ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ടീഷർട്ട് കിട്ടിയതാണ് കേട്ടോ. അയൺ ചെയ്തപ്പോഴാണ് തോന്നല്ല, അയൺ ചെയ്തപ്പോൾ തന്നെ ചെറുതായിട്ടല്ല, അത്യാവശ്യം ഒരു വലിയതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. കീറിയ സ്ഥലത്ത് ഒരു പൂവ് തുന്നിത്തായോ എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാ. ടീഷർട്ടിൽ പൂവ് തുന്നേ എന്ത് ഭംഗിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പൂവ് തന്നെയാണില്ല, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്ത് തരാം, അങ്ങനെ പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ. ഞാൻ സ്കെയിലെടുത്തിട്ട് അപ്പുറം ഈ കീറിയതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വര വരച്ച് സിമ്പിളായിട്ട് തന്നെ അത് വരച്ചെടുത്തു, ഫില്ല് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് ആ കീറിയ ഭാഗം വരുന്ന വിധത്തിൽ ഞാൻ അതൊന്ന് സിമ്പിളായിട്ടൊന്ന് വരച്ചെടുത്തു. ആങ്കറിൻ്റെ ത്രെഡാണ് കേട്ടോ അടുത്തത്. ചെറുതായിട്ടൊരു കളറ് വ്യത്യാസമുണ്ട്, എന്നാലും അത് അങ്ങനെ അറിയില്ല, വേറെ വഴിയില്ലായിരുന്നു. ത്രെഡ് വേറെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് ഞാൻ ചെയ്തത് ഒരു പായൊക്കെ മെടഞ്ഞെടുക്കൂലേ, മെടഞ്ഞെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്തെടുക്കാം, അങ്ങനെ ചെയ്യാമെന്ന് തോന്നിയിട്ടാ. ഭംഗി ഉണ്ടാവുമോ എന്ന് നോക്കാം. നെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. അടുത്ത വീട്ടിലെ ഒരു ചേട്ടൻ്റെ ആയിരുന്നു കേട്ടോ ആ ടീഷർട്ട്. പുള്ളിക്കാരൻ്റെ പേര് ശിവശങ്കർ എന്നായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ നെയ്തേൻ്റെ ഉള്ളിൽ ഒരു എസ് ഇട്ടിട്ട് കുറച്ച് ഡോട്ട് ഇട്ടിട്ട് R എഴുതി, അപ്പോൾ ശിവശങ്കർ. അത് കഴിഞ്ഞിട്ട് ഒരു ഫിനിഷിങ് വരണ്ടേ, അപ്പോൾ എനിക്ക് തോന്നി അതിൽ ഫുൾ ചുറ്റുമായിട്ട് ബട്ടൺ ഹോൾ ചെയ്ത് കൊടുക്കാമെന്ന്. ഇതാണ് കേട്ടോ ബട്ടൺ ഹോള്, ഇതിനെയാണ് ബട്ടൺ ഹോൾ എന്ന് പറയുക. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ എല്ലാവരും കാണാം കേട്ടോ.